ഈ ഒരു പയ്യൻ കുട്ടിക്കാലം മുതലേ ജീവിക്കുന്നത് ഒരു മ്യൂസിയത്തിനകത്താണ്. എല്ലാ ദിവസവും ഒരുപാട് ആളുകൾ അവനൊരു വിചിത്ര ജീവിയെ പോലെ പുറത്തുനിന്നും നോക്കി കാണുന്നു. പക്ഷേ അതൊന്നും അവനൊരു പ്രശ്നമല്ല. കാരണം 5 പൈസ മുടക്കാതെ എല്ലാ ദിവസവും അവന് നല്ല ഭക്ഷണം, അവന് വേണ്ട സാധനങ്ങളെല്ലാം തന്നെ അവർ നൽകുന്നുണ്ട്. ഒരു ദിവസം അവന്റെ കെയർടേക്കർ ഇപ്പോൾ അവിടേക്ക് വന്ന് അവനോട് ഒരു ഞെട്ടിക്കുന്ന വാർത്ത പറയുന്നു. കാരണം അധികം വൈകാതെ അവന്റെ റൂമിലേക്ക് ഒരു പെൺകുട്ടി വരുന്നുണ്ട്. 30 വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ തനിക്ക് ഒരു ഇണയെ ലഭിക്കുന്നതോർത്ത് അവന് വളരെയധികം സന്തോഷമാകുന്നു. പിറ്റേന്ന് മുതൽ വളരെ നേരത്തെ എഴുന്നേൽക്കുന്നവൻ കഠിനമായി വർക്കൗട്ട് എല്ലാം ചെയ്ത് ശരീരമെല്ലാം വളരെ വൃത്തിയാക്കി അവളെ മീറ്റ് ചെയ്യാൻ തയ്യാറാകുന്നു. അങ്ങനെ അധികം വൈകാതെ ആ ഒരു ദിവസം ആ ഒരു സുന്ദരിയായ പെൺകുട്ടി ഇപ്പോൾ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ട് ആ ഒരു പയ്യന് വളരെയധികം സന്തോഷമായെങ്കിലും ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഭയന്ന് വിറച്ച് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇത് കണ്ട് ആ ഒരു പയ്യന് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ജീവിതം വളരെയധികം മനോഹരമാണ്. ആ പെൺകുട്ടിയുടെ വിഷമം മാറ്റാൻ വേണ്ടി എല്ലാ ദിവസവും അവൾക്ക് വളരെ രുചികരമായ ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കുന്നു. പക്ഷേ അതൊന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒരു പ്രശ്നവുമില്ലാതെ ആ ഒരു പയ്യൻ സന്തോഷത്തോടെ ഭക്ഷണമെല്ലാം കഴിച്ച് അവിടെ ജീവിക്കുന്നത് കണ്ട് ഒരു പെൺകുട്ടിക്ക് ഇപ്പോൾ ദേഷ്യം വരുന്നു. ഇത് കാരണം ഒരുപാട് വർഷമായി അവിടെയുള്ളവർ അവനോട് ചെയ്യുന്ന ക്രൂരതകൾ പെൺകുട്ടി ഇപ്പോൾ അവന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അതിന്റെ അപകടം അവന് കാണിച്ചു കൊടുക്കുന്നു. കൂടാതെ ഒരു ദിവസം അവൾ ഇപ്പോൾ ഒരു ചിത്രം വരച്ച് ലോകത്തിന്റെ ഭംഗി ആ ഒരു പയ്യനെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഭൂമി ഇപ്പോൾ റോബോട്ടുകളുടെ നിയന്ത്രണത്തിലായവർ തന്നെ ഒരു പരീക്ഷണ വസ്തുവായാണ് ആ ഒരു മ്യൂസിയത്തിൽ പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി പയ്യൻ ഇപ്പോൾ വളരെയധികം സങ്കടമാകുന്നു. പിറ്റേന്ന് മുതൽ ആ ഒരു പെൺകുട്ടിയുടെ കൂടെ ചേർന്ന് അവനും അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള വഴികൾ തേടുകയാണ്.